Now the topic integration of a complex valued function. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഇൻറ്റഗ്രേഷൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിത് രണ്ട് സെക്ഷനായിട്ടാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സെക്ഷനിൽ കാര്യമായിട്ട് ഒന്നും പഠിക്കാനല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ. പക്ഷേ രണ്ടാമത്തെ സെക്ഷനിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു മൊഡ്യൂളിലുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ ഓഫ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ രണ്ടിലും വ്യത്യാസങ്ങളുണ്ട്, അത് നന്നായിട്ട് നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നോക്കാം. ലെറ്റ് w of t equal to u of t plus I into v of t be a complex valued function of a real variable t. The definite integral of w of t equal to u of t plus I into v of t over an integral a less than or equal to t less than or equal to b is defined as integral a to b w of t dt equal to integral a to b u of t plus I into v of t dt, which is equal to integral a to b u of t dt plus I into integral a to b v of t dt provided the individual integrals on the right exist. ഈ പറയുന്നതൊന്നുമില്ല കേട്ടോ. നമുക്ക് w എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് ഡിഫൈൻഡ് ഓൺ എ റിയൽ വേരിയബിൾ. അതായത് നമ്മൾ പറഞ്ഞു ഡിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് w എന്ന്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഡി എന്ന് പറയുന്നിടത്ത് എന്താ ഉണ്ടാവുക? ഇതൊരു റിയൽ വാല്യൂഡ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ആണ്. നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ w ഓഫ് ടിയുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇറ്റ്സ് എ ക്ലോസ്ഡ് ഇൻ്റർവൽ വേണം, അല്ലേ? അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഇറ്റ്സ് എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി നിന്നും സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ w ഓഫ് ടി എപ്പോഴും ഏത് ഫംഗ്ഷൻസിൻ്റെ ടേംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക? w ഓഫ് ടി ഈക്വൽ ടു u ഓഫ് ടി പ്ലസ് I ഇൻറ്റു v ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഈ യുവും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, വിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ യു എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. വി എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രലും ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ w ഓഫ് ടിയുടെ ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എക്സിസ്റ്റ് ചെയ്യും എന്നേ പറഞ്ഞിട്ടുള്ളൂ. The definite integral of w of t equal to u of t plus I into v of t over an integral a less than or equal to t less than or equal to b is defined as. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? ഇൻ്റഗ്രൽ a to b w of t dt എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b u of t plus I into v of t. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ a to b u of t dt എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്ന കേസും ചെയ്യാത്ത കേസും ഉണ്ടാവും. ഇൻ കേസ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഇവിടെയും ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയുന്നതിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഉള്ളത് നമ്മൾ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ദ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ ടി ആണ്. ഇനി നമ്മൾ അതായത് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ w എന്ന് പറയുന്നത് d ടു c ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ d ഈസ് എ സബ്സെറ്റ് ഓഫ് r ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ w ഫ്രം c ടു c ആണ്. ഇറ്റ്സ് എ കോംപ്ലക്സ് വേരിയബിൾ ഫംഗ്ഷൻ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇറ്റ്സ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ടി ആണ് നമ്മൾ ഇത്രയും നേരം പറയുന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ ടി. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ രണ്ട് സെക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരിടത്ത് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇൻ്റഗ്രൽ സി എടുക്കുന്നത്, എന്തുകൊണ്ടാണ് റീജിയണൽ എടുക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ നമുക്ക് രണ്ട് കേസായിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ റിയൽ വേരിയബിളാണ് പറയുന്നത്, പിന്നെ നമ്മൾ കോംപ്ലക്സ് വേരിയബിളാണ് പറയുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ റിയൽ വേരിയബിൾ പറയുന്ന കേസിലില്ലേ, അതിലിപ്പം നമുക്ക് ഈ റിയൽ വേരിയബിളാണ് ഈ യു ഓഫ് ടിയും വി ഓഫ് ടിയും ഒക്കെ റിയൽ വേരിയബിളാണ്. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ w ഓഫ് ടി സാറ്റിസ്ഫൈ ചെയ്യും. അതിൽ ഏത് പ്രോപ്പർട്ടീസ് എടുത്തോട്ടെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ റിയൽ ഇൻ്റഗ്രൽസിൻ്റെ റിയൽ ഫംഗ്ഷൻസ് ഇൻ്റഗ്രേഷൻ അഡീഷൻ വരുമ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റിസൾട്ട് നോക്കുക. റിസൾട്ട് അല്ല, ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി w ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്താ വരുന്നത്? ശരിക്കും ഇതല്ലേ വരുന്നത് റിയൽ പാർട്ട്. അതെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എ ടു ബി യു ഓഫ് ടി ഡി ടി. ഈ യു ഓഫ് ടി ആരുടെ റിയൽ പാർട്ടാണ്? ഇൻ്റഗ്രൽ എ ടു ബി റിയൽ പാർട്ട് ഓഫ് w ഓഫ് ടി ഡി ടി. അതായത് ഇതും ഓൾവേസ് ഈക്വൽ ആണ്. റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി w ഓഫ് ടി ഡി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റിയൽ പാർട്ട് ഓഫ് w ഓഫ് ടി ഡി ടി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി w ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി. ഈ വി ഓഫ് ടീനെ നമുക്ക്
ഇൻ്റഗ്രൽ എ ടു ബി ഇമാജിനറി പാർട്ട് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. അതായത് ഇതും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡബ്ല്യു ഓഫ് ടിയുടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണെങ്കിലും നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് പഠിച്ചിട്ടുണ്ട് റിയൽ അനാലിസിസിൽ. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് എ റിയൽ വേരിയബിൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച കാരണം അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെയും ഈ ഡബ്ല്യു ഓഫ് ടിയിൽ സിമിലർ വേയിൽ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി പറയാണ്. എല്ലാ ഇങ്ങനെ അഡീഷൻ അതുപോലെ തന്നെ ലിമിറ്റ്സിൻ്റെ ഇൻ്റർചേഞ്ചിങ് ഇങ്ങനെ കുറേ ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടീസ് അല്ലേ ഇടും, അതൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്യും കേട്ടോ. ഇതിൽ ജസ്റ്റ് ടെക്സ്റ്റിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങളുടെ. ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു സി ഡബ്ല്യു ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി. ഇത് ഈക്വൽ ആയിരിക്കും. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ. അതായത് നമുക്ക് ഇങ്ങനെ സി എന്ന് പറയുന്നത് എയുടെ ബിയുടെ ഇടയിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ വേരിയബിൾ അത് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് കോംപ്ലക്സ് വേരിയബിളോട്ട് എടുക്കാൻ പറ്റും. കാരണം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ റിയൽ വേരിയബിൾ ടി. ഓക്കെ, ഇനി നമുക്ക് 2-3 തിയറംസ് നോക്കാം. ആ തിയറംസ് എല്ലാം നമ്മളിപ്പം റിയലിന് അതൊക്കെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അത് കോംപ്ലക്സിലോട്ട് വരുമ്പം നമുക്കത് ശരിയാവും എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ 2 ഇമ്പോർട്ടൻറ്റ് theorem, let small w of t and capital W of t be two complex functions and continuous in the interval a less than or equal to t less than or equal to b if w dash of t equal to small w of t where a less than or equal to when a less than or equal to t less than or equal to b then integral e to b w of t dt equal to capital W of t minus capital W of a. നിങ്ങൾ പഠിച്ചിരിക്കുന്ന റിയൽ അനാലിസിസിലെ തിയറം ആണ്, അല്ലെങ്കിൽ കാൽക്കുലസിലെ തിയറം ആണ്. എന്താണിത്? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അല്ലേ. നമുക്ക് ഡബ്ല്യു ഓഫ് ടി ആൻഡ് ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ടി എന്ന് പറയുന്ന 2 കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഉണ്ട്. അത് രണ്ടും കണ്ടിന്യൂസ് ആണ് ഇൻ ദ ഇന്റർവൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി ഡബ്ല്യു ഡാഷ് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ബി മൈനസ് ഡബ്ല്യു ഓഫ് ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് എ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എഫും സ്മോൾ എഫ് ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ. ഈ പ്രൂഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൂഫിൽ നമ്മളിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. അതായത് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്ത് വരുന്നു, എന്നിട്ട് റിയൽ ഫംഗ്ഷൻസിന് നിങ്ങൾക്ക് ശരിയാണ്, അതുകൊണ്ട് ഇത് കമ്പയർ ചെയ്ത് വരുന്ന കോംപ്ലക്സ് ഫംഗ്ഷനും ശരിയാണ്. ഇത്രയും നമ്മൾ പ്രൂഫ് പറയുന്നുള്ളൂ. നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് സ്മോൾ w ഓഫ് ടി ഈക്വൽ ടു സ്മോൾ യു ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു സ്മോൾ വി ഓഫ് ടി എന്ന് എടുത്തു. ആൻഡ് capital W of t equal to capital U of t plus I into capital V of t എന്നെടുത്തു. where a less than or equal to t less than or equal to b. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഈ ക്യാപിറ്റൽ ഡബ്ല്യുവും സ്മോൾ ഡബ്ല്യുവും കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയും തന്നിട്ടുണ്ട്. അതായത് എ ലെസ് ദാൻ or equal to t less than or equal to ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. സിൻസ് W of t and capital W of t are continuous on അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓൺ എ ലെസ് ദാൻ or equal to t ലെസ് ദാൻ സ്മോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ യു ഓഫ് ടിയും വി ഓഫ് ടിയും കണ്ടിന്യൂസ് ആണ്. യു ഓഫ് ടിയും ക്യാപിറ്റൽ വി ഓഫ് ടിയും ഒക്കെ കണ്ടിന്യൂസ് ആണ്. അതൊക്കെ മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? ഇവിടുന്ന് യു ഓഫ് ടി, വി ഓഫ് ടി ആൻഡ് ക്യാപിറ്റൽ യു ഓഫ് ടി ആൻഡ് ക്യാപിറ്റൽ വി ഓഫ് ടി ആർ ഓൾ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇനി നമുക്ക് എന്തൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്? ഡബ്ല്യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇതും കൂടെ തന്നിട്ടില്ലേ? ഡബ്ല്യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സ്മോൾ ഡബ്ല്യു ഓഫ് ടിയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താ? വിച്ച് ഇംപ്ലൈസ് ക്യാപിറ്റൽ ഡബ്ല്യു ഈസ് ഡിഫറൻഷ്യബിൾ. ക്യാപിറ്റൽ ഡബ്ല്യു ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്കറിയാം. ഇതെന്ന് വെച്ചാൽ എന്താ? ക്യാപിറ്റൽ യു ആൻഡ് ക്യാപിറ്റൽ വി ആർ ഡിഫറൻഷ്യബിൾ. പറയാലോ? അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഡബ്ല്യു ഡാഷ് ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഡബ്ല്യു ഓഫ് ടി യു ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു ഡാഷ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വി ഡാഷ് ഓഫ് ടി എന്ന് എഴുതാം. എ ലെസ് ദാൻ or equal to ടി ലെസ് ദാൻ or equal to ബി. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. വി ഹാവ് ഡബ്ല്യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ടി. ഇതെന്താ ആവുന്നത്? യു ഡാഷ് ഓഫ് ടി യു ഡാഷ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു
യു ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ടി അല്ലേ. നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ഇമാജിനറി പാർട്ടും റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്യാപിറ്റൽ യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സ്മോൾ യു ഓഫ് ടി ആൻഡ് ക്യാപിറ്റൽ വി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സ്മോൾ വി ഓഫ് ടി വെർ എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു ബി. ഇനി ഇതൊക്കെ എന്താ? റിയൽ ഫങ്ഷൻസ് അല്ലേ. ഇത് റിയൽ ഫംഗ്ഷൻ ആണ്, ഇത് റിയൽ ഫംഗ്ഷൻ ആണ്. രണ്ടും കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യബിൾ ആണ്, അതുപോലെ തന്നെ യു ഡാഷ് ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വി ഓഫ് ടി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യാം. കാരണം എന്താണ്? ഇത് യു ഓഫ് ടി എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഫണ്ടമെന്റൽ തിയറം നമുക്ക് ഈ കേസിൽ അപ്ലൈ ചെയ്യാം. കാരണം യു എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ യു ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് യു ഓഫ് ടിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെൻ ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് calculus of real valued functions എന്താ കിട്ടുക നമുക്ക്? ഇന്റഗ്രൽ a to b u of t ഈക്വൽ ടു ക്യാപിറ്റൽ യു ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ യു ഓഫ് എ എന്ന് കിട്ടും. ഇതൊക്കെ ആ ഫണ്ടമെന്റൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നിങ്ങൾ പോയി നോക്കണേ റിയലിൻ്റെ കേസിൽ, എന്നാലും നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവുള്ളൂ എന്താണെന്നുള്ളത്. അപ്പം നമുക്കിവിടെയോ ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി സ്മോൾ വി ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ വി ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ വി ഓഫ് എന്ന് എഴുതാം അല്ലേ. നമുക്കിത് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡബ്ല്യു ഓഫ് ടിയിലല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻ്റഗ്രൽ therefore ഇൻ്റഗ്രൽ എ ടു ബി യു ഓഫ് ടി ഡി ടി പ്ലസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതെന്താ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു? ഇതാ യു ഓഫ് ടി ഡി ടി ഇതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. യു ഓഫ് ബി മൈനസ് യു ഓഫ് എ, അതുപോലെ തന്നെ വി ഓഫ് ബി മൈനസ് വി ഓഫ് എ. അപ്പോൾ നമുക്കിതിനെ ക്യാപിറ്റൽ യു ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ യു ഓഫ് എ പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വി ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ വി ഓഫ് എ. ഇവിടെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ആൻസറായി. എങ്ങനെ അറേഞ്ച് ചെയ്യാം? യു ഓഫ് ബി പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ബി മൈനസ് യു ഓഫ് എ പ്ലസ് ഇവിടെ ഒരു ഐ ഇങ്ങനെയല്ലേ, യു ഓഫ് എ മൈനസിന് ഔട്ട്സ് എടുത്താൽ യു ഓഫ് എ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എ. യു ഓഫ് ബി പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ബി എന്താ? ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ബി അല്ലേ. ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ ഡബ്ല്യു ഓഫ് ബി ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രൂഫാണ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഓഫ് റിയൽ വേരിയബിൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൻ്റെ കാര്യങ്ങളും കുറച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കേസിൽ മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന കേസിലൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത തിയറം നോക്കാം. നെക്സ്റ്റ് തിയറം ഒരു ഇനീക്വാളിറ്റി ആണ്. ഫോർ എനി കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഡബ്ല്യു ഓഫ് ടി മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടി. ഓക്കെ, ഡബ്ല്യു ഓഫ് ടി ഡി ടി ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടിയുടെ മോഡുലസ് എടുക്കുന്നത് വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടിയുടെ ഇൻ്റഗ്രൽ കാണുന്നതിനോട് ലെസർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇഫ് എ ഈക്വൽ ടു ബി, ഇഫ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്താ സംഭവിക്കാം? ഇവിടെ എ ഈക്വൽ ടു ബിയിൽ എ ഈക്വൽ ടു എ വരും അല്ലേ. ഇവിടെ എ ഈക്വൽ ടു എ, സോ 0 0 എന്ന് കിട്ടും. ദ റിസൾട്ട് ഫോളോസ്. ഓക്കെ, എ ഈക്വൽ ടു ബി. ഓക്കെ, ഇഫ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കാം? ലെറ്റ് എ ലെസ് ദാൻ ബി, ലെറ്റ് എ ലെസ് ദാൻ ബി. ഓക്കെ, എ ലെസ് ദാൻ ബി എടുത്തു. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഈ ഇതൊരു ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി എന്ന് പറയുന്നൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. സോ നമുക്കതിനെ ലെറ്റ് ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടിനെ സെഡ് നോട്ട് ആണെന്ന് എടുത്തു. ഓക്കെ, ഈക്വൽ ടു സെഡ് നോട്ട്. ഇനി ഇഫ് ഈ സെഡ് നോട്ടിന് 0 ആവാം, നോൺ സീറോ കോംപ്ലക്സ് നമ്പർ വരാം അല്ലേ. ഇനി ഇഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കാം?
സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം മോഡുലസ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടിയുടെ മോഡുലസ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനി നിങ്ങൾ നോക്കാം, ഡബ്ല്യു ഓഫ് ടിയുടെ മോഡുലസ് എന്താണ്? വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? അതായത് ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതെന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി മോഡുലസ്. ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്തില്ലേ? അതായത് നമുക്ക് പറയാം ഇൻ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടി. അതുപോലെ ഇനി അപ്പം നമ്മൾ സെഡ് എന്ന് പറയുന്നത് 0 ആകുമ്പോഴാണ് സംഭവിച്ചത്. സോ നമ്മൾ എന്തെടുക്കുക? സെഡ് നോട്ട് ഈക്വൽ ടു 0. അതായത് ലെറ്റ് സെഡ് നോട്ട് ബി എ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ. നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണെന്ന് എടുത്തു. ഇനി ഈ സെഡ് നോട്ട് ഞാൻ പോളർ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്. സോ സെഡ് നോട്ട് എന്താണ്? നമ്മളുടെ സെഡ് നോട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി W of t dt can be represented like this: r naught into e raised to I theta naught, where r naught is the modulus of z naught, like modulus of z naught, and theta naught is the argument of z naught. Okay. ഇവിടുന്ന് r naught e raised to I theta naught equal to integral a to b W of t dt എന്നാണ് നമുക്കുള്ളത്. ഇവിടുന്ന് r naught എന്താണെന്ന് എഴുതാലോ? r naught equal to e raised to minus I theta naught integral a to b W of t dt. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അവിടെയത് r naught എന്ന് പറയുന്ന റിയൽ നമ്പറാണ്. കാരണം എന്താ? z നോട്ടിൻ്റെ മോഡുലസ് ആണ് r naught എന്ന് പറയുന്നത്. സോ r naught ഈക്വൽ ആണിത്. ഇതൊരു റിയൽ നമ്പറാണ്. സോ ഇത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, സിൻസ് r naught ഈസ് എ റിയൽ നമ്പർ, e raised to minus I theta naught integral a to b W of t dt is a real number. ഇനി now consider എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? integral a to b e raised to minus I theta naught W of t dt എന്താ നോക്കാം നമുക്ക്. ഇതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് W of t dt നെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഒരു ഇനീക്വാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ എ ടു ബി റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് W of t dt ഈസ് ഓൾവേസ്, ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ്സ് എ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതെന്ത് പറയാം? ഇതൊരു റിയൽ നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ കോംപ്ലക്സ് നമ്പർ 0 ആയിരിക്കും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് W of t dt എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കറിയാം റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി W of t dt എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് W of t dt ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടിയത്? അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇതെന്തായിരുന്നു? നമ്മുടെ ആർ നോട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ആർ നോട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് W of t dt എന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1. ഒന്നുമില്ല കേട്ടോ, ആർ നോട്ട് റിയൽ നമ്പർ ആണ്. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി റിയൽ പാർട്ട് ഓഫ് ദിസ് വണ്ണിന് ഈക്വൽ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ശരിക്കും നമ്മളുടെ കോംപ്ലക്സ് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് നമ്മളിപ്പം ഇതിൻ്റെ ഇൻ്റഗ്രൽ എ ടു ബി ഇടുമ്പോഴാണല്ലോ ആർ നോട്ട് നോക്കി ഈ ഒരു ഫംഗ്ഷൻ മാത്രം നമ്മൾ സപ്പോസ് ചെയ്യാം. അതായത് ബട്ട് റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് W of t കൺസിഡർ ചെയ്തു. ഇതെന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് W of t ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ അല്ലേ? നമുക്കറിയുന്ന കണ്ടീഷനാണ് റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ്. ഇത് അറിയുന്ന കാര്യമാണല്ലോ. സോ അതിവിടെ
റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് ഇൻറ്റു ഡബ്ല്യു ഓഫ് ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് ഇൻറ്റു ഡബ്ല്യു ഓഫ് ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് ഇൻറ്റു ഡബ്ല്യു ഓഫ് ടി എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമുക്ക് ഇ റേസ് ടു ഐ തീറ്റ നോട്ടിൻ്റെ എന്താണ് മോഡുലസ് 1 ആയിരിക്കും. അപ്പോൾ ഇത് എന്ത് കിട്ടി? വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി. അതായത് നമുക്കിവിടെ എന്താ കിട്ടിയേ? ഇവിടെ കിട്ടിയ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞേ ഇതൊന്ന് എടുത്തെഴുതിയാൽ മതി. റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡബ്ല്യു ഓഫ് ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി. ഇതാരാ നമ്മളുടെ ആർ നോട്ട് ആണല്ലേ. അതായത് ആർ നോട്ടിന് അത് ഇൻറ്റഗ്രൽ എ ടു ബി ഈ ഒരു നമുക്കിവിടെ കിട്ടിയ ഈ ഇനീക്വാലിറ്റി ഈ ഒരാളെ ഇൻറ്റഗ്രൽ എ ടു ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ നോട്ട് ആവും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇൻറ്റഗ്രൽ എ ടു ബി ചെയ്യാം. അതായത് ആർ നോട്ട് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡബ്ല്യു ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടി. ഇനി ആർ നോട്ട് എന്തായിരുന്നു? ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടുന്ന് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റാം? ഇവിടെ നമുക്ക് ആർ നോട്ട് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നോട്ട് ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഡബ്ല്യു ഓഫ് ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടി എന്ന് ഉണ്ട് അല്ലേ. ഇനി ആർ നോട്ട് എന്തായിരുന്നു? ജസ്റ്റ് എ റിയൽ പാർട്ട് ഓഫ് സെഡ് മോഡുലസ് ഓഫ് സെഡ് നോട്ട് ആണ് അല്ലേ. നമ്മളെന്താ ആർ നോട്ടിന് ഡിഫൈൻ ചെയ്തിരുന്നത്? ആർ നോട്ട് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് നോട്ട് ആണല്ലേ. അതായത് മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ എ ടു ബി ഡബ്ല്യു ഓഫ് ടി ഡി ടി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ഡി ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രൂഫ്. ഇനി 2-3 പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് integral 0 to 1 plus it the whole square dt. ഓക്കെ, നമുക്കിതിലെങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ഇതൊക്കെ ഈസി ആയിട്ടുള്ള സാധനങ്ങളാണ്. സൊല്യൂഷൻ 1 plus it the whole square can be written as 1 square plus 2it minus t, that is 1 minus t plus I 2t അല്ലേ. ഇനി ബൈ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എഴുതിയത്. അപ്പം ഇൻറ്റഗ്രൽ 0 to 1 plus it the whole square equal to integral 0 to 1 minus t square വരില്ലേ, 1 minus t square dt plus I into integral 0 to 1 t dt which is equal to 1 in integration t minus t cube by 3. 0 to 1 plus I into t square 0 to 1. നമുക്ക് കിട്ടുന്നത് 1 minus 1 by 3 plus I. 1 minus 1 by 3 എന്ന് പറഞ്ഞാൽ 2 by 3 plus I. This is the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പ്രോബ്ലം. ഇൻറ്റഗ്രൽ 0 to pi by 4 e raised to it dt. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഇത് നമ്മുടെ ഡബ്ല്യു ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. അതിന് നമുക്ക് യു ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ടി എന്ന് എഴുതണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഇമാജിനറി പാർട്ട് പ്ലസ് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ സ്പ്ലിറ്റ് ഒക്കെ ചെയ്ത് എഴുതുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റഗ്രൽ 0 to ഇ റേസ് ടു ഐ ടി നിന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? നമ്മൾ കോസ് ടി പ്ലസ് ഐ സൈൻ ടി. അപ്പോൾ ഇവിടെ നമുക്ക് 0 to pi by 4 integral 0 to pi by 4 e raised to it dt is equal to integral 0 to pi by 4 cos t dt plus I into integral 0 to pi by 4 sin t dt. Okay, cos t integration sin t 0 to pi by 4 plus I into minus cos t 0 to pi by 4.
ഇവിടെ എന്താ വരിക? സൈൻ പൈ ബൈ 4, സൈൻ 0 0 ആണ്, പ്ലസ് മൈനസ് എടുക്കുക, മൈനസ് ഐ ഇൻറ്റു കോസ് പൈ ബൈ 4 മൈനസ് കോസ് 0. സൈൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1/√2 മൈനസ് ഐ ഇൻറ്റു കോസ് പൈ ബൈ 4 1/√2 മൈനസ് 1. (1/√2 മൈനസ് ഐ ഇൻറ്റു 1/√2 മൈനസ് 1) ഇത്രയല്ലല്ലോ.